ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഹരിനാമ കീർത്തനത്തിന്റെ 11ാമത്തെ ശ്ലോകമാണ് നമുക്കിനി നോക്കാനുള്ളത്. 11ാമത്തെ ശ്ലോകത്തിൽ കർമ്മമാണ് ബന്ധം എന്ന് കാണാം. കർമ്മം ഭൗതിക ഫലത്തിൽ മനസ്സിനെ ആസക്തമാക്കി തീർക്കുന്നു. ഈ ആസക്തി വീണ്ടും കർമ്മം ചെയ്യുവാൻ കാരണമായി തീരുകയും ചെയ്യും. ഒരു കർമ്മവും ഫലം അനുഭവിക്കുന്നതോടെ അവസാനിക്കുന്നില്ല. ഒരു കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ ആ ആസക്തി വാസനാരൂപത്തിലുള്ളിലടിയും. കർമ്മം ആവർത്തിക്കും തോറും ആസക്തിക്ക് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് കർമ്മബന്ധനം ഇല്ലാതാക്കാൻ ഒരിക്കലും സാധ്യമല്ല. എന്നാലോ തത്വവിചാരത്തോടുകൂടിയ ഈശ്വരസ്മരണ കൊണ്ട് ആത്മാവിനെ കർമ്മബന്ധത്തിൽ നിന്നും വേർപെടുത്താൻ സാധിക്കും എന്നാണ്. ആ രീതിയിൽ കർമ്മബന്ധത്തിൽ നിന്ന് മോക്ഷം ലഭിക്കണമേ എന്നാണ് 11ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരു ഭാക്ഷ ഹരിനാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പോരു ഭാക്ഷ ഹരിനാരായണായ നമ എന്നാണ്. ഇതിന്റെ അർത്ഥം, എന്റെ കർമ്മബന്ധങ്ങളെല്ലാം വിലയിരുത്താൻ യമധർമ്മരാജാവ് അഥവാ മൃത്യു കാര്യസ്ഥനായ ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മീയ ശാസ്ത്രപ്രകാരം അന്ധക്കരണത്തിന്റെ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകേട്ട് എന്റെ കർമ്മബന്ധത്തിന്റെ വില തീരുമാനിക്കാൻ ഭാവിക്കുമ്പോൾ, അല്ലയോ ഭഗവാൻ, അവിടുന്ന് അടുക്കലുണ്ടായിരിക്കണേ, പാപഹാരിയായ നാരായണ നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മരണവുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഒരു മധ്യസ്ഥനായി, അല്ലയോ ഭഗവാനെ, അങ്ങന്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നാണ്. അങ്ങനെ ഭഗവാൻ മരണാസന്ന സമയത്ത് യമധർമ്മരാജാവ് യമധർമ്മന്റെ കിങ്കരന്മാർ നമുക്കടുത്ത് വന്നു നിൽക്കുന്ന ആസന്നമായ ആ സമയത്ത് ഭഗവാനെ അങ്ങ് എന്റെ അടുത്തുണ്ടായിരിക്കണമേ എന്നാണ്. ചിത്രഗുപ്തൻ ആ കണക്കുകളൊക്കെ കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു മധ്യസ്ഥനായി ഭഗവാനെ അങ്ങ് എന്റെ അടുത്തുണ്ടായിരിക്കണമേ എന്നാണ്. അങ്ങനെ ഭഗവാൻ എന്റെ അടുത്തുണ്ടായിരിക്കണമെങ്കിൽ എങ്ങനെയുള്ള ജീവിതം നയിക്കണം എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. കർമ്മമാണ് ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത്. ഈ കർമ്മത്തിനെ പുണ്യം പാപം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഇവിടെ പുണ്യകർമ്മമായാലും പാപകർമ്മമായാലും ബന്ധനം തന്നെയാണ്. ഒന്ന് സ്വർണത്തിന്റെ ചങ്ങലയാണെങ്കിൽ മറ്റൊന്ന് കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചങ്ങല എന്ന് പറയും. ജീവന്റെ ജനന മരണങ്ങളറ്റ മുക്തിയാണ് ഹരിനാമ കീർത്തനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതുതന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കർമ്മം എങ്ങനെയാണ് ജനന മരണങ്ങളെല്ലാം തീർക്കുന്നത്, അതിനെങ്ങനെയാണ് കാരണമായി തീരുന്നത് എന്നാണ്. നമുക്ക് 3 ശരീരമാണുള്ളത് എന്ന് നമുക്കറിയാം. 1 സ്ഥൂല ശരീരം, 2 സൂക്ഷ്മ ശരീരം, 3 കാരണ ശരീരം. ഇതിൽ മാംസനിർമ്മിതമായ ഈ ബാഹ്യ ശരീരം നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പട്ടുചേല ചുറ്റി സുന്ദരമാക്കുന്ന ഈ ബാഹ്യ ശരീരം, അതാണ് സ്ഥൂല ശരീരം. മറ്റൊന്ന് സങ്കല്പങ്ങളും ചിന്തകളും വാസനകളും അടിഞ്ഞുകൂടിയ അന്ധക്കരണമാണ് സൂക്ഷ്മ ശരീരം. അതായത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ചിന്ത, അതാണ് സൂക്ഷ്മ ശരീരം. പിന്നെ മറ്റൊന്ന് ഉറക്കത്തിൽ നാം അനുഭവിക്കുന്ന അജ്ഞാനമറ. ഉറക്കത്തിൽ നാം നമ്മെ എല്ലാം മറന്നുകൊണ്ട് അനുഭവിക്കുന്ന, എന്നാൽ മരണവുമല്ലാത്ത ഒരവസ്ഥ, അതാണ് കാരണശരീരം എന്ന് പറയുന്നത്. ഈ ബാഹ്യ ശരീരം, മാംസനിർമ്മിതമായ ഈ ബാഹ്യ ശരീരം സങ്കല്പവാസനാമയമായ സൂക്ഷ്മ ശരീരത്തിന്റെ ഉപകരണമാണ്. അതായത് അന്ധക്കരണം പ്രവർത്തിക്കുന്നത് ഈ ബാഹ്യ ശരീരത്തിൽ കൂടെയാണ്. ബാഹ്യ ശരീരത്തിന് സ്വയമായി പ്രവർത്തന ശേഷിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല. മറിച്ച് ചിന്ത അല്ലെങ്കിൽ മനസ്സ് കൊടുക്കുന്ന, തലച്ചോറ് കൊടുക്കുന്ന ആജ്ഞകൾക്കനുസരിച്ച് മാത്രമാണ് ഈ കരണങ്ങൾ പ്രവർത്തിക്കുന്നത്.
നമ്മുടെ കർമ്മത്തിന്റെ കലവറ സൂക്ഷ്മ ശരീരമാണ് എന്ന് പറയും. അതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഓരോ കർമ്മവും വാസനാരൂപത്തിൽ അതിന്റെ മുദ്ര, ഒരടയാളം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ, നല്ല വാക്കുകളാണെങ്കിൽ അത്, അല്ല നമ്മൾ ഉപയോഗിക്കുന്ന മോശപ്പെട്ട വാക്കുകളാണെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അത്, നമ്മുടെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ അത്, അതിൻ്റെയൊക്കെ ഒരടയാളം സൂക്ഷ്മ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുക. അവിടെ സൂക്ഷ്മ ശരീരത്തിൽ ഓരോ കർമ്മവും അവശേഷിപ്പിക്കും എന്നാണ് ആധ്യാത്മിക ശാസ്ത്രം പറയുക. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഉപകരണമായ സ്ഥൂല ശരീരം ഉപയോഗശൂന്യമായി തീരുമ്പോൾ സൂക്ഷ്മ ശരീരം അതിനെ ഉപേക്ഷിക്കുന്നു. അതാണ് മരണം. സൂക്ഷ്മ ശരീരത്തിന്റെ ആജ്ഞകൾക്കനുസരിച്ച് ശരീരം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് സൂക്ഷ്മ ശരീരം ഈ ബാഹ്യ ശരീരത്തെ, സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കും. അതാണ് മരണം. ആ സൂക്ഷ്മ ശരീരം വേറെ സ്ഥൂല ശരീരം സ്വീകരിക്കും. അതാണ് ജനനം എന്ന് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്രം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിരില്ലാത്ത സങ്കല്പങ്ങളെയും പാപപങ്കിലമായ വാസനകളെയും തത്വവിചാരവും ഈശ്വര സ്മരണയും കൊണ്ട് ശുദ്ധീകരിച്ച് ആത്മസാക്ഷാത്കാരം നേടുക. അതാണ് മോക്ഷം. അപ്പോൾ നമ്മുടെ അന്ധഃകരണത്തിൽ പതിയുന്ന മുദ്രകൾ നല്ലതായിരിക്കണമെങ്കിൽ സദാ നമുക്ക് ഈശ്വര സ്മരണ ഉണ്ടാവണം. അതുപോലെ തന്നെ തത്വവിചാരങ്ങൾ ഉണ്ടാകണം. ഗുരുക്കന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിത ചക്രം നമ്മൾ രൂപീകരിച്ചിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മരണവേളയിൽ നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാസനകൾ, നമ്മുടെ സംസ്കാരവും എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് അടുത്ത ജനനം എങ്ങനെയായിരിക്കണം എന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അതായത് സ്വർഗ നരകങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ മരണസമയത്ത് സത്ചിന്തകൾ നമ്മുടെ അന്ധഃകരണത്തിൽ അവശേഷിച്ചിരിക്കണമെങ്കിൽ ഈ ജീവിതം എന്ന യാത്ര മുഴുവൻ നല്ലതിനോട് ചേർന്നുള്ളതായിരിക്കണം എന്നാണ് കാണുന്നത്. ജീവിതത്തിലെ എല്ലാ കർമ്മചലനങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുള്ള സൂക്ഷ്മ ശരീരവുമാണ് മരണദേവനുമായി മുഖാമുഖം നിൽക്കുന്നത്. ഈ ബാഹ്യ ശരീരമല്ല. ബാഹ്യ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മറിച്ച് സൂക്ഷ്മ ശരീരമാണ് ഈ കാലകിങ്കരന്മാരുമായി മുഖാമുഖം നിൽക്കുന്നത്. അങ്ങനെ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഭഗവാനെ ഒരു മധ്യസ്ഥനായി അവിടെ ഉണ്ടാകണമേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അവിടെ മധ്യസ്ഥനായി നിൽക്കണമെങ്കിൽ നമ്മുടെ കർമ്മം എന്തായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്. ധർമാധർമ്മങ്ങളെ പാകപ്പെടുത്തി അനുഭവിപ്പിക്കുന്ന കാലത്തിന്റെ പ്രതീകമാണ് കാലൻ അഥവാ ധർമ്മപതി. അതതു കാലത്തെ കർമ്മചലനങ്ങളെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്ന ധർമ്മപതിയുടെ കാര്യസ്ഥനായ ചിത്രഗുപ്തനാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അതായത് നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സൂക്ഷ്മ ശരീരത്തിൽ എഴുതപ്പെടുന്നുണ്ട്, അവിടെ അടയാളപ്പെടുന്നുണ്ട്. അതാണ് നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നത് എന്നാണ്. ആ സൂക്ഷ്മ ശരീരമാണ് ധർമ്മപതി വിചിന്തനം ചെയ്യുന്നത്. അതാണ് ആ എഴുതി വെച്ച കണക്കുകളാണ് ചിത്രഗുപ്തൻ എന്നിവിടെ പറയുന്നത്. അല്ലാതെ ചിത്രഗുപ്തൻ പുറത്തല്ല, ചിത്രഗുപ്തൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കണക്കപ്പിള്ളയാണ് ചിത്രഗുപ്തൻ എന്നാണ് പറയുക. എല്ലാ കർമ്മങ്ങളും സൂക്ഷ്മ ശരീരത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നുണ്ട്. സൂക്ഷ്മ ശരീരത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്ന രേഖകൾക്ക് അനുസരണമായാണ് മോക്ഷഗതി പ്രാപിക്കുന്നതും അതുപോലെ തന്നെ മരിക്കുന്നതും. ഈ ആശയമാണ് ധർമ്മപതി ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേൾക്കുന്നതായി ആചാര്യൻ പ്രതീകാത്മകമായി ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെയോ ദുരിതം പാർത്തു കാണുമള വമ്പോരുഹാക്ഷ എന്നാണ്. സൂക്ഷ്മ ശരീരമാണ് കർമ്മബന്ധം നിർണയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ സൂക്ഷ്മ ശരീരമാണ് ധർമ്മദേവന്റെ കാര്യസ്ഥനായ ചിത്രഗുപ്തൻ എന്നും നമ്മൾ മനസ്സിലാക്കുക. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകവാസനകളാണ് ദുരിതം. ഈ ചിത്രഗുപ്തന്റെ രേഖകളിൽ, അതായത് സൂക്ഷ്മ ശരീരത്തിൽ ജഗദീശ്വരന്റെ അനന്യസ്മരണകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പിന്നീട് ജനനമരണങ്ങളിൽ നിന്ന് മോചിതനാകുന്നു. അതാണ് ദുരിതം പാർത്തു കാണുമള വമ്പോരുഹാക്ഷ. അതായത് മരണസമയത്ത് ഭഗവാനെ, അല്ലയോ ഭഗവാനെ, അങ്ങന്റെ അടുത്തുണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവമ്പൂരുഹാക്ഷ
ഹരിനാരായണായ നമഃ.